മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കെതിരെയാണ് ഈ ജനവിധി. ജനങ്ങൾ വെറുത്ത സർക്കാരാണിത്. 3 MLA-മാരും 1 MP-യുമായി RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കും ധാർഷ്ട്യത്തിനുമെതിരായ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത്. ജനങ്ങൾ ഈ സർക്കാരിനെ എന്നേ വെറുത്തു കഴിഞ്ഞു. 3 MLA-മാരും 1 MP-യുമായി RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരളത്തിലെ വിധിയെഴുത്ത് ജനവിരുദ്ധമായ ഗവൺമെന്റിനെ ചവിറ്റുകൊട്ടയിൽ ജനങ്ങൾ എത്തിച്ച വിധിയെഴുത്ത്. ഇവിടെ സമസ്ത മേഖലയിലും ഉള്ള പ്രതിഷേധം രേഖപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് ഈ ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ അതേ ശരീരഭാഷ സ്വീകരിച്ചുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ കേരളത്തിൽ നടത്തിയ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പിണറായി വിജയൻ വരെയുള്ള ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് വർദ്ധിപ്പിച്ചത്. വൻതോതിൽ CPM മേഖലയിൽ നിന്ന് വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വന്നത്. ഇവർ ഡീലിനൊക്കെ ശ്രമിച്ചെങ്കിലും പൊതുസമൂഹം ആ ഡീലിനെയൊക്കെ തിരസ്കരിക്കുകയും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വരണം എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 3 സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി 2ആയി നിന്ന് ഒന്നിച്ചപ്പോൾ ആകെ 3 MLA-മാരായിരുന്നു. ഇന്നിപ്പോൾ 3 MLA-യും 1 MP-യും പാർട്ടിക്കുണ്ടാകും എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ സൂചന കോർപ്പറേഷനിൽ നിന്ന് തന്നെ കിട്ടിയില്ലായിരുന്നു. ജനങ്ങളെ മറന്നുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ABCD എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിലയിലേക്കുള്ള ധിക്കാരവും ധാർഷ്ട്യവുമായി പോയതിൻ്റെ തിരിച്ചടിയാണ് ഈ മേഖലയിലൊക്കെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ അകത്ത് നിന്നുകൊണ്ട് വിശദമായ കണക്ക് എനിക്കറിയില്ല. എല്ലായിടത്തും, കാരണം ഒരു വികാരം വന്നാൽ എല്ലായിടത്തും വരുമല്ലോ, ചാത്തന്നൂർ മാത്രം വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള ജനങ്ങൾ ഗവൺമെന്റിനെ വെറുത്തിട്ട് നടത്തിയ വിധിയെഴുത്ത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.